നിങ്ങളൊരു കൊമേഴ്സ് വിദ്യാർത്ഥിയാണോ അല്ലെങ്കിൽ കൊമേഴ്സ് എടുക്കാൻ ആഗ്രഹിക്കുന്നവരാണോ എങ്കിൽ കൊമേഴ്സ് പഠിച്ചാൽ എന്തൊക്കെ കരിയർ ഓപ്ഷൻസ് ഉണ്ട് എന്ന് അറിഞ്ഞിരിക്കേണ്ടത് വളരെ പ്രധാനമാണ്. നിങ്ങൾ തപ്പി നടന്ന ആ വീഡിയോ തന്നെയാണ് ഈ വീഡിയോ. സോ നിങ്ങളുടെ സമയം ഒട്ടും വേസ്റ്റ് ആക്കാതെ നേരെ വീഡിയോയിലേക്ക് ഒരു സെക്കൻഡ് പോലും വേസ്റ്റ് ആക്കാതെ നിങ്ങളിത് കാണുക. എടാ, കൊമേഴ്സ് പഠിച്ചാൽ ജോലി കിട്ടാറില്ല. കൊമേഴ്സിന് വളരെ കുറച്ച് ശമ്പളം മാത്രമേ ഉള്ളൂ. ആവറേജ് സ്റ്റുഡൻസിന് മാത്രമാണ് കൊമേഴ്സ് പറ്റിയത്. CA എന്ന് പറയുന്ന ഒരു കോഴ്സേ ഉള്ളൂ മര്യാദയ്ക്ക് കൊമേഴ്സിൽ. ഇത്തരം മിത്തുകൾ കേട്ട് കേട്ട് നിങ്ങൾ ആകെ നെഗറ്റീവായി കിടക്കുന്നുണ്ടാകാം. അത് കൊമേഴ്സ് പഠിക്കുന്നവരാണെങ്കിലും കൊമേഴ്സ് എടുക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിലും എങ്കിൽ നിങ്ങൾ ചിന്തിച്ചോളൂ, അത് വെറും മിത്തുകൾ മാത്രമാണ്. സത്യാവസ്ഥ എന്താ നമ്മൾ പറയാൻ പോവുകയാണ്, ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. ഒരു ഇൻട്രോയിൽ പറയുന്നു, കൊമേഴ്സ് എന്ന് പറഞ്ഞാൽ മോസ്റ്റ് പവർഫുൾ സ്ട്രീം തന്നെയാണ്. അതിൽ നിങ്ങൾക്ക് വൈഡ് വെറൈറ്റി ഓഫ് ഓപ്ഷൻസ്, ഒരുപാട് കരിയർ ഓപ്ഷൻസ് ഉണ്ട് എന്നുള്ളത് സത്യമാണ്. സോ നമുക്ക് നോക്കാം. നിങ്ങൾ ഈ കൊമേഴ്സിൽ മെയിൻ ആയിട്ട് പഠിക്കാൻ പോകുന്നത് ഒന്നുമല്ലടാ, ഓൾ അബൌട്ട് മണി. പണം 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 അല്ലേ? മണി ഇല്ലാതെ ലോകമില്ല. ഓക്കെ, മണി, ബിസിനസ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ്, ഈ ഏരിയാസിലാണ് നിങ്ങളുടെ ഇൻട്രസ്റ്റ് എങ്കിൽ ഓഫ് കോഴ്സ് കൊമേഴ്സ് എന്ന കരിയറിൽ നിങ്ങൾ ഒരിക്കലും റിഗ്രറ്റ് ചെയ്യുകയില്ല. ഈ ഏരിയയിൽ ഏറ്റവും മെയിൻ ആയി കോർ ആയിട്ട് നിങ്ങൾ കൊമേഴ്സിൽ പഠിക്കുന്ന 3 സബ്ജക്റ്റുകൾ ഏതൊക്കെയാ? അക്കൗണ്ടൻസി, ബിസിനസ് സ്റ്റഡീസ്, എക്കണോമിക്സ്. അതിലെന്താ പഠിക്കുന്നത്? അക്കൗണ്ടൻസിലാണെങ്കിൽ എങ്ങനെ മണി റെക്കോർഡ് ചെയ്യണം, ബിസിനസ്സിലാണെങ്കിൽ എങ്ങനെ കമ്പനീസ് അല്ലെങ്കിൽ ബിസിനസ്സുകൾ റൺ ചെയ്യും. ഇനി എന്താ എക്കണോമിക്സിൽ പഠിക്കുന്നത്? എല്ലാ ഈ സാമ്പത്തിക രംഗം മൊത്തം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. സോ ബിസിനസ്സിലും പണത്തിലും അധിഷ്ഠിതമായ ഈ കൊമേഴ്സ് സ്ട്രീം നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇതൊരു പ്രാക്ടിക്കൽ ലൈഫ് നോളജും കൂടിയാണ് നിങ്ങൾക്ക് കിട്ടുന്നത്, ഒരു തിയറിറ്റിക്കൽ നോളജ് മാത്രമല്ല. സോ ഗൈസ്, ഈ കൊമേഴ്സിന്റെ മിത്തുകൾ നമ്മൾ പറഞ്ഞു. അപ്പൊ ഏതൊക്കെ ഓപ്ഷൻസ് ഉണ്ട് കൊമേഴ്സിന്? അങ്ങനെ ഒരു മിത്ത്, അതൊക്കെ ഒരു മിത്താണെങ്കിൽ കൊമേഴ്സിന് ഏതൊക്കെ ഓപ്ഷൻസ് ഉണ്ട്? ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, ഒരുപാട്. പക്ഷേ അതിലെല്ലാം പറയുന്നില്ല. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട സ്ട്രീമുകൾ നമ്മൾ പറയുന്നു. ആദ്യം അക്കൗണ്ടിംഗ് ആൻഡ് പ്രൊഫഷണൽ കോഴ്സസ് മേഖലയിൽ നിങ്ങൾക്കുള്ള ഓപ്ഷൻസ് ഏതൊക്കെയാണ്? ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ചാർട്ടേഡ് അക്കൗണ്ടൻസി, CA. അതിനോടൊപ്പം തന്നെ നമുക്ക് പറയാം ACCA. ഓക്കെ, അതേപോലെ CMA, കോസ്റ്റ് മാനേജ്മെന്റ് അക്കൗണ്ടന്റ് ആണ്. CS, കമ്പനി സെക്രട്ടറി ആണ്. ഈ CMA തന്നെ ഇന്ത്യനും ഉണ്ട്, USA ഉണ്ട് കേട്ടോ. അങ്ങനെ അപ്പം തന്നെ നമ്മൾ കുറച്ച് പ്രൊഫഷണൽ കോഴ്സസ് തന്നെ കണ്ടുല്ലേ? അപ്പം തന്നെ മനസ്സിലായി, ഈവൻ പ്രൊഫഷണൽ കോഴ്സസിൽ വരെ CA മാത്രമല്ല നിങ്ങളുടെ ഓപ്ഷൻ, ഒരുപാട് ഓപ്ഷൻസ് വേറെയും ഉണ്ട്. ഓക്കെ, ഇനി ഈ പ്രൊഫഷണൽ കോഴ്സസ് കൂടാതെ നിങ്ങൾക്ക് ഇനി ഡിഗ്രിയാണ് എടുക്കേണ്ടതെങ്കിൽ നിങ്ങൾക്ക് BCom ചെയ്യാം, BCom MCom അങ്ങനെയൊക്കെ പോകാം. ഒരു ടീച്ചിങ് ഒക്കെയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ BCom MCom വഴി നമുക്ക് മുകളിലോട്ട് പോകാൻ പറ്റും. ഓക്കെ, സോ ഗൈസ്, നിങ്ങൾ ഇത്രയും ആദ്യം മനസ്സിലാക്കുക. അക്കൗണ്ടിംഗ് ആൻഡ് പ്രൊഫഷണൽ കോഴ്സസിന്റെ ഏരിയാസ് ഇതൊക്കെയാണ്. ഇനി അടുത്ത നിങ്ങൾക്ക് ബിസിനസ് ആൻഡ് മാനേജ്മെന്റ് ഏരിയയിലോട്ട് കിടക്കാം. ബിസിനസ് ആൻഡ് മാനേജ്മെന്റ് ഏരിയ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊരു ബിസിനസ് തുടങ്ങാനാണ് പ്ലാൻ. ഭാവിയിൽ നിങ്ങൾക്കൊരു ബിസിനസ്സുകാരനാകണം, നിങ്ങളുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുണ്ട് ബിസിനസ് എന്നൊക്കെ ഉറപ്പാണെങ്കിൽ ധൈര്യമായി കൊമേഴ്സ് തന്നെ പഠിക്കുക. കാരണം അതിൽ പഠിക്കുന്നുണ്ട് എങ്ങനെ ബിസിനസ് ചെയ്യണം, ബിസിനസ് എങ്ങനെ റൺ ചെയ്യണം തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ ബിസിനസ് പഠിക്കുന്നുണ്ട്. സോ ബിസിനസ് അതുപോലെ മാനേജ്മെന്റ്, നിങ്ങൾക്ക് കുറെ ആൾക്കാരെ മാനേജ് ചെയ്യണം. ഓക്കെ, എങ്ങനെ നല്ല ഒരു ഓർഗനൈസേഷൻ എങ്ങനെ സ്മൂത്ത് ആയി പോകാം, അതിന് നിങ്ങൾക്ക് ലീഡ് ചെയ്തുകൊണ്ട് മാനേജ് ചെയ്യുന്ന ആ ഏരിയയിലാണ് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് എങ്കിലും നിങ്ങൾക്കുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് കൊമേഴ്സ് ആണ് ബെസ്റ്റ് ഓപ്ഷൻ. നിങ്ങൾ ലീഡർഷിപ്പും ബിസിനസ് ഒക്കെ ആഗ്രഹിക്കുന്ന ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് ബിസിനസ് ആൻഡ് മാനേജ്മെന്റ് ഏരിയയിലോട്ട് പോകാം. അതിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുക +2 കഴിഞ്ഞ് ഒന്നെങ്കിൽ BComോ അല്ലെങ്കിൽ BBAയോ നിങ്ങൾക്ക് എടുക്കാം. ഓക്കെ, BBA ആണ് ഒന്നും കൂടി ബിസിനസ് ആയിട്ട് സ്പെസിഫിക് ആയിട്ട് പറയുന്നത്. പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, PGക്ക് MBA എടുക്കാം. MBA കേട്ടിട്ടില്ലേ? ഓക്കെ, അപ്പൊ ഈ വഴി നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. MBA ഒക്കെ നിങ്ങൾ എടുക്കുമ്പോൾ എന്ത് ചെയ്യുക, ഏറ്റവും IIM തുടങ്ങിയിട്ടുള്ള വലിയ വലിയ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചെയ്താൽ അതിൻ്റെതായ ബെനിഫിറ്റ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ? ശരി, ഇനി ഇതിൽ എന്തൊക്കെ കരിയർ ഓപ്ഷനാ? നിങ്ങൾക്ക് മാർക്കറ്റിംഗ് മാനേജർ ആകാം, HR മാനേജർ ആകാം, ബിസിനസ് അനലിസ്റ്റ് ആകാം, ഓൺട്രപ്രണർ ആകാം. ഈ പാത്ത് നിങ്ങൾ പെർഫെക്റ്റ് ആണ് എപ്പോൾ ഒരു ബിസിനസ് അല്ലെങ്കിൽ ഒരു ടീം ലീഡ് ചെയ്യുമ്പോൾ. അപ്പോൾ ആ ഏരിയയിൽ പാഷൻ ഉള്ളവർക്കും കൊമേഴ്സ് ഇസ് ദ ബെസ്റ്റ് ഓപ്ഷൻ. ഇനി അടുത്ത് നോക്കാം. അടുത്ത് നോക്കൂ, ഗവൺമെന്റ് ആൻഡ് ബാങ്കിങ്. ഇനി നിങ്ങൾക്ക് റിസ്ക് എടുക്കാനൊന്നും വയ്യ, എനിക്കൊരു ജോബ് സെക്യൂരിറ്റി വേണം, എനിക്ക് പെർമനന്റ് ജോബ് ആയിരിക്കണം, ഞാൻ റിട്ടയർ ആയതിനു ശേഷം പെൻഷൻ കിട്ടണം. ഓഫ് കോഴ്സ് കൊമേഴ്സ് എടുത്താലും നിങ്ങൾക്ക് അത്തരം ജോബുകൾ കിട്ടും. ഗവൺമെന്റ് സെക്ടറിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ എനിക്ക് മുഴുവൻ അത് കൊള്ളിക്കാൻ പറ്റത്തില്ല. പല ഏരിയാസിലും കൊമേഴ്സിന് നല്ല സാധ്യതകൾ ഈവൻ സെൻട്രൽ ഗവൺമെന്റിന്റെ അണ്ടറിലും സ്റ്റേറ്റ് ഗവൺമെന്റ് അണ്ടറിലും ഉണ്ട്. ഒരുപാട് PSC പോസ്റ്റുകൾ BComകാർക്കും അങ്ങനെയൊക്കെ റിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അക്കൗണ്ടിങ് തുടങ്ങി ഒരുപാട് ഏരിയാസ് ഉണ്ട്. സോ ഗൈസ്, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ജസ്റ്റ് ഒരു ഓപ്ഷൻസ് ആണ് ബാങ്ക് എക്സാം. അല്ലെ, ബാങ്കിങ് മേഖലയിൽ പോകണമെങ്കിൽ നിങ്ങൾക്ക് SBI തുടങ്ങിയ എല്ലാ ബാങ്കുകളുടെയും ബാങ്ക് എക്സാം എഴുതാൻ പറ്റും. അത് കൊമേഴ്സുകാർക്കല്ല, എല്ലാവർക്കും പറ്റും. ഈവൻ ദോ നിങ്ങൾക്ക് അതിൽ കുറച്ചും കൂടി അഡ്വാൻറ്റേജ് ഉണ്ട്. പിന്നെ UPSC, IAS, IPS തുടങ്ങിയ സിവിൽ സർവീസ് എക്സാംസ് ഇല്ലേ, അതിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അറ്റൻഡ് ചെയ്യാൻ പറ്റും. SSC, RBI. സോ ഇതൊക്കെ ഇത്തരം കോമൺ ആയി വരുന്ന ഗവൺമെന്റ് ജോലികളൊക്കെ ഈവൻ കൊമേഴ്സ് തുടങ്ങുകയാണെങ്കിലും ഒരു വിലക്കും ഇല്ല, നിങ്ങൾക്കും അത് എഴുതാൻ പറ്റും.
ഓക്കെ, അപ്പോൾ ഗവൺമെന്റ് സെക്ടറിൽ എഴുതണമെങ്കിൽ ഗവൺമെന്റ് സെക്ടറിൽ ഓപ്പർച്യൂണിറ്റീസ് ഒരുപാടുണ്ട്. ഇവിടെ മുഴുവൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങൾ ഇത് കോമൺ ജനറൽ ആയിട്ടുള്ള പറഞ്ഞാണ്. ഇനി കൊമേഴ്സ് സ്പെസിഫിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ബികോം എടുത്ത ആളുകൾക്കുള്ള ഓപ്ഷൻസ് ഒക്കെ ഒരുപാട് കൊമേഴ്സ് മേഖലയ്ക്കായി ഉണ്ടെന്ന് നിങ്ങൾ അറിയുക. അപ്പോൾ ഗവൺമെന്റ് ആൻഡ് ബാങ്കിങ് സെക്ടറിലും നിങ്ങൾക്ക് ഓപ്ഷൻസ് ഉണ്ട്. ഇനി എന്താ സാറേ ലോ കരിയർ? ലോ അതായത് നിയമം പഠിക്കാം. അപ്പോൾ കൊമേഴ്സ് സ്റ്റുഡൻസ് ക്യാൻ ബിക്കം പവർഫുൾ ലോയേഴ്സ്, വക്കീലന്മാർ. ഓക്കെ, സോ പാത്ത് എന്ന് പറഞ്ഞാൽ 5 year LLB ആഫ്റ്റർ +2 ആണ്. അപ്പോൾ LLB പഠിക്കുക എന്നുള്ളതും നമ്മുടെ കൊമേഴ്സുകാർക്ക് പറ്റിയതാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കോർപ്പറേറ്റ് ലോയർ, ടാക്സ് ലോയർ, ലീഗൽ അഡ്വൈസർ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കമ്പനീസിൽ പോസ്റ്റൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഒരു കമ്പനി നിയമങ്ങളൊക്കെ പഠിച്ചൊരാക്കെ കോർപ്പറേറ്റ് ലോയർ ആവാൻ പറ്റത്തുള്ളൂ. അപ്പോൾ കൊമേഴ്സ് മേഖലയിലും പഠിച്ചു കഴിഞ്ഞാൽ ഒരു ലോയർ ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. കൊമേഴ്സും LLB ഒക്കെ കണക്റ്റഡ് ആണ്. ഓക്കെ, സോ വെരി ഹൈ ഗ്രോത്ത് ആൻഡ് റെസ്പെക്ട് ആണ് നമ്മുടെ ലോ കരിയറിന് കിട്ടുന്നത്. ഇനി എന്താ മോഡേൺ കരിയേഴ്സ്, കുറച്ച് മോഡേൺ കരിയേഴ്സ് പരിചയപ്പെടാം. ഇത്ര നേരം നമ്മൾ പറഞ്ഞതൊക്കെ ഓൾറെഡി പണ്ട് മുതലേ ഉള്ളതാണ്. ഇപ്പം ഈ മോഡേൺ കാലഘട്ടത്തിൽ വന്ന കുറച്ച് കരിയർ ഓപ്ഷൻസ് കൂടി നോക്കുകയാണെങ്കിൽ ഡാറ്റ അനലിസ്റ്റ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഇ കൊമേഴ്സ്, ബിസിനസ് അനലിറ്റിക്സ് തുടങ്ങിയ ചില ന്യൂ ജനറേഷൻ കരിയേഴ്സും കൂടി ഓപ്പൺ ആയിട്ടുണ്ട്. സോ കൊമേഴ്സിൽ അവിടെയും സാധ്യതകളുണ്ട്. പരമ്പരാഗത തൊഴിൽ മാത്രമല്ല, പുതുമയുടെ തൊഴിലുകൾ കൂടി നിങ്ങളെ തേടിയെത്തും. ഓക്കെ, ഇനി ക്രിയേറ്റീവ് പ്ലസ് കൊമേഴ്സ് നോക്കുകയാണെങ്കിൽ നോക്കടാ, യു ക്യാൻ ഈവൻ ബിൽഡ് യുവർ ഓൺ ബ്രാൻഡ്. സ്വന്തമായ ഒരു ബ്രാൻഡ് ഉണ്ടാക്കാം. യൂട്യൂബിൽ കൊമേഴ്സ് ടീച്ച് ചെയ്യാം. ഓക്കെ, ഇപ്പം ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നതൊക്കെ എങ്ങനെയാണ്? യൂട്യൂബ് വഴി അല്ലെങ്കിൽ ഒരു ടെക് പ്ലാറ്റ്ഫോം വഴി പഠിപ്പിക്കാമല്ലോ. അതിന് കൊമേഴ്സ് പഠിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കൊമേഴ്സ് സബ്ജക്റ്റുകൾ ടീച്ച് ചെയ്യാം. ഇൻസ്റ്റഗ്രാം ഫിനാൻസ് പേജസ്, ഓൺലൈൻ കോച്ചിങ്. അപ്പോൾ ഇവിടെയൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നത് ഇൻകം, ഫ്രീഡം, പേഴ്സണൽ ബ്രാൻഡ്. ഓക്കെ, അപ്പം ആ ഒരു രീതിയിലാണ് നിങ്ങൾക്ക് വളരണ്ടെങ്കിൽ അതിന് നിങ്ങൾക്ക് കൊമേഴ്സിൽ ഓപ്ഷൻ ഉണ്ട്. ഇനി നിങ്ങൾക്കൊരു കോളേജ് ടീച്ചർ ആകണോ? നിങ്ങൾ BCom, MCom, UGC നെറ്റ് ക്ലിയർ ചെയ്ത് PSC എഴുതിയാൽ മതി. അങ്ങനെ നിങ്ങൾക്ക് കോളേജ് ടീച്ചർ, സ്കൂൾ ടീച്ചർ തുടങ്ങിയ ആ ടീച്ചിങ് മേഖലകളിലും കൊമേഴ്സിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇതൊന്നും കൂടാതെ നിങ്ങൾ ഏതൊരു പ്രൊഫഷണൽ കോഴ്സസ് പഠിക്കുകയാണെങ്കിലും കൊമേഴ്സ് ഏതൊരു കരിയർ ഓപ്ഷൻസിലോട്ട് പഠിച്ചു പോവുകയാണെങ്കിലും അതിൻ്റെയൊക്കെ കോച്ചിങ് സെൻറ്ററുകളിൽ, അതിൻ്റെയൊക്കെ അക്കാഡമികളിൽ നല്ല റേറ്റിൽ, നല്ല ഹവർലി റേറ്റിൽ ടീച്ചേഴ്സ് ആവുക എന്നതും കൊമേഴ്സിന് പറ്റിയൊരു കരിയർ ഓപ്ഷൻ തന്നെയാണ്. സോ അനന്തമായ സാധ്യതകൾ ഈ ഒരു ചെറിയ വീഡിയോയിൽ എനിക്ക് ഉൾക്കൊള്ളിക്കാൻ കഴിഞ്ഞ ചിലപ്പോൾ ഒരു 10% മാത്രമാകാം. അത്രയ്ക്ക് ഓപ്പർച്യൂണിറ്റീസ് കൊമേഴ്സിനുണ്ട്. സോ നിങ്ങൾ എന്ത് ചെയ്യുക? കൊമേഴ്സിന് കരിയർ ഇല്ല, ആവറേജ് സ്റ്റുഡൻസിനാണ്, ആകെ CA മാത്രമേ ഉള്ളൂ. ഇത്തരം മിഥ്യാധാരണകളാൽ, മിത്തുകളാൽ എന്ത് ചെയ്യരുത്? മൂടപ്പെടാതെ മുന്നോട്ട് പോവുക. ഇനി ഈ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലൊക്കെ നിങ്ങൾ ഒരു ഡിഗ്രിയാണ് പഠിക്കുന്നതെങ്കിൽ, +2 ശേഷം ഡിഗ്രി ആണെങ്കിൽ ഏറ്റവും ബെറ്റർ സെൻട്രൽ യൂണിവേഴ്സിറ്റികളാണ്. അവിടെ നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക കേട്ടോ. ഇപ്പോൾ SRCC എന്ന് പറഞ്ഞൊക്കെ കൊമേഴ്സിന് ഇന്ത്യയിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് കോളേജ് ആയിട്ട് പറയപ്പെടും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? അവിടെയൊക്കെ പഠിക്കാൻ പറ്റുമെങ്കിൽ പഠിക്കുക, നല്ല പാക്കേജിൽ പുറത്തിറങ്ങാം. ഇനി മാനേജ്മെന്റ് ഒക്കെ ആണെങ്കിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിലൊക്കെ നിങ്ങൾക്ക് CAT എക്സാം എഴുതി കയറാൻ പറ്റും. അങ്ങനെ ഏത് ഓപ്പർച്യൂണിറ്റി, ഏത് ഏരിയയിലാണോ നിങ്ങൾ ഇൻട്രസ്റ്റ്, അതെങ്ങനെയാണ് സാർ? ഇഫ് യു ലവ് നമ്പേഴ്സ്, നിങ്ങൾ നമ്പേഴ്സിനെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് CA, CMA, ACCA, BCom തുടങ്ങിയ ഏരിയാസിൽ പോകാം. ഓക്കെ, നിങ്ങൾക്ക് കണക്ക് കൂട്ടാനും ഒരാളുടെ ലാഭവും നഷ്ടവും കണ്ടുപിടിക്കാനൊക്കെ ഒരു നമ്പേഴ്സിനോട് ക്രൈസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഓപ്ഷൻസ് ഏറ്റവും ബെറ്റർ ആണ്. ഇനി നിങ്ങൾക്ക് ബിസിനസ്സിന് ഇഷ്ടമാണ്, ഓക്കെ, കച്ചവടം ചെയ്ത് ലാഭം ഉണ്ടാക്കുന്ന ആ പ്രക്രിയയാണ് ഇഷ്ടമെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് MBA വഴി ബിസിനസ് ഏരിയയിലോട്ട് പോകാം. ഇനി നിങ്ങൾക്ക് ആർഗ്യൂയിങ് ഇഷ്ടമാണ്, വാദിച്ച് ജയിക്കുന്ന കാര്യങ്ങൾ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ലോ ഫീൽഡിലോട്ട് പോകാം. ഇനി നിങ്ങൾക്ക് സെക്യൂരിറ്റിയാണ്, ജോബ് സെക്യൂരിറ്റിയാണ് വേണ്ടതെങ്കിൽ ഗവൺമെന്റ് ജോബുകൾ ട്രൈ ചെയ്യാം. ഇനി നിങ്ങൾക്ക് ഇഫ് യു ലവ് ടെക് ഫീൽഡൊക്കെ ആണെങ്കിൽ അനലറ്റിക്സും ഡിജിറ്റൽ മേഖലയിലോട്ടൊക്കെ പോകാം. ഇനി ടീച്ചിങ് ആണ് ഇഷ്ടമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏത് ഫീൽഡിനെയും ട്രെയിൻ ചെയ്യുന്ന ആ ടീച്ചിങ് സെന്ററുകൾ, കോച്ചിങ് സെന്ററുകളിലെ ടീച്ചറായിട്ട് പോകാം, അല്ലെങ്കിൽ കോളേജുകൾ, സ്കൂളുകൾ ടീച്ചറായിട്ട് പോകാം. സോ ഗൈസ്, ഇവിടെ ഞാൻ നിർത്തുന്നു. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും കൊമേഴ്സിന് എത്രമാത്രം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെന്ന്. ഓക്കെ ഗൈസ്, അപ്പോൾ എഡ്യൂപോഡ് കൊമേഴ്സ് നിങ്ങൾ ഏത് സ്ട്രീം പഠിക്കുന്നവരാണെങ്കിലും എഡ്യൂപോഡ് കൊമേഴ്സിൽ അതിനുള്ള കോച്ചിങ് കൊടുക്കുന്നുണ്ട്. അതും വളരെ കുറഞ്ഞ ആനുവൽ ഫീലാണ്. ഒരു വർഷത്തേക്ക് ഫുള്ളായിട്ട് വളരെ ചെറിയ എമൗണ്ട് ആണുള്ളത്. അപ്പോൾ നിങ്ങൾ ഏത് ലെവലിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവരുണ്ടെങ്കിൽ ഞങ്ങളുടെ കൂടെ ചേർന്ന് കൊമേഴ്സിലെ ബെറ്റർ ഓപ്ഷൻസും കൊമേഴ്സിലെ കൂടുതൽ നോളജും നേടി അല്ലെങ്കിൽ എല്ലാ സബ്ജക്റ്റും വൃത്തിക്ക് പഠിച്ച് നല്ല മാർക്ക് മേടിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? എല്ലാവരും ഈ ഒരു വീഡിയോൻ്റെ അടിയിലുള്ള ലിങ്കിൽ പോയിട്ട് നമ്മുടെ ബാച്ചിനെ പറ്റി അറിയാനും അല്ലെങ്കിൽ ബാച്ച് ചേരാൻ താല്പര്യമുള്ളവരൊക്കെ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി ഉടൻ കാണാം. അതുവരെ ബൈ.